ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, രണ്ടാള് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഇനി അല്ല സീറ്റ് ബെൽറ്റിന് എങ്ങനെ 3000 ഫൈൻ വരുന്നേ? ഞാൻ പിടിച്ച സാറ് വരുമെന്ന് പറഞ്ഞല്ലോ. ശശീന്ദ്രൻ ഒരു 1000 അയച്ചോണ്ടാ, ടെൻഷനിലാണ് വിചാരിച്ചോട്ടെ ആൾ കട്ടത്. മോള് വേറെ തന്നെ ഏതോവിനെ വിളിക്കാൻ പോയി ക്യാഷ് വന്നു. ആളാ ആ സ്റ്റേഷനിൽ അങ്ങനെ ഒരു പോലീസുകാരല്ല. ഞാനൊരു ചെറിയ ഇന്റർവ്യൂലായിരുന്നു, താങ്കൾ സക്സസ്ഫുള്ളി മൂഞ്ചിരിക്കുന്നു. ആ സ്റ്റേഷനിൽ അങ്ങനെ ഒരാളില്ലേ? അങ്ങനെ ഒരു ഞാൻ മഞ്ചേരി സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ല. ഞാൻ അയാളെ വിളിച്ചു പറയട്ടെ? അല്ലാ എനിക്ക് തോന്നി, ഞാൻ എന്നെ വിളിച്ചോണ്ട് അല്ല മറ്റേ 1000 ഇപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ താഴെ 2 ഫാൻസ് കാണാൻ വന്നു. ഒത്തിരി ഫാൻസ് ആണ്. അത് സംഭവം നാടൻ പട്ടിക്കും ഷൂസോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവണം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത്. ഒന്നെങ്കിൽ ദേഷ്യം കൊണ്ട് ഫോളോ ചെയ്യണായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് ഫോളോ ചെയ്യണായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു നോക്കട്ടെ എന്ന് ചിലപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യണായിരിക്കും. ഇവന് പല സ്ഥലത്തു നിന്ന് കിട്ടുന്ന ആൾക്കാരെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ആ വീട്ടിൽ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് സത്യത്തിൽ ആ സൗഹൃദം. എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളൊരു മനുഷ്യന് ഹനാനാണ്. കാരണം ഹനാൻ കാരണം ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടി. അവിടെ സദ്ദാമിൻ്റെ തട്ടാടുണ്ട്, ആ തട്ടാടയിൽ നിന്ന് ഒരു കട്ടനും കുറച്ച് പൊക്കവടിയും വാങ്ങിച്ചിട്ട് അതിങ്ങനെ വായിലിട്ട് എന്താ ഇപ്പം നാളെ ചെയ്യാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ, അത് ആ ഒരു സംസാരിച്ചിരിക്കണ ആ ഒരു സന്തോഷമുണ്ട്. അതിന് വെല്ലാൻ ലോകത്ത് ഒന്നുമില്ല. വൈഫിന് ശ്രദ്ധിക്കുന്നുണ്ടോ? അയ്യോ അങ്ങനെ ആൾക്കാർക്ക് ഈ ലുലു മാൾ പറഞ്ഞാൽ ഇതൊരു ഷോപ്പിംഗ് മാളാണെന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. ഇവരിത് കാഴ്ച ബംഗ്ലാവ് എന്നുള്ള മൂടാ. എറണാകുളത്ത് പോകാൻ ലുലു മാൾ കാണാന്നൊക്കെയുള്ളത് ഓള് വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനൊക്കെ എന്നെ സംബന്ധിച്ച് എന്താണ്, എനിക്കിത് കാട്ടി കൊടുക്കാൻ പറ്റിയോ ഞാൻ ഭയങ്കര സംഭവമായി. ആ ഒരു തന്ത വൈബല്ല ഉദ്ദേശിച്ചത്. അത് ആക്ച്വലി ബാസിലാണ്. ബാസിലിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 10 മണിയായി കിടന്നുറങ്ങും. 10 മണി എവിടെയാണോ ബോട്ടിൽ ആൾ കിടക്കും. കാറിലാണെങ്കിൽ കാറിൽ, ഇപ്പൊ നിന്നാണെങ്കിൽ നിന്നിട്ടാണെങ്കിലും ഉറങ്ങും. തമ്മിട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പച്ചിറച്ചി ഉണ്ടല്ലോ, അതാണ് ഞങ്ങളെ മെയിൻ. അപ്പൊ ആരെങ്കിലും മെയിൻ ഞങ്ങളെ സാധാരണ വരൽ ഇക്കുവാണ്. ഇക്കു എന്ന് പറയുന്നത് നബീൽ, നബീൽ, അജുബദ്, നിഹാൽ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് വെട്ടാനായിട്ട്. അപ്പോൾ അതാണ് ഞങ്ങളൊരു എന്റർടൈൻമെന്റ്. അനാന്റെ രീതിയും അതാണ്, എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ്. അതിലൊരു സന്തോഷം കണ്ടത് പോലെ. നമ്മളൊരു സർക്കിളിലെ ആള് ഭയങ്കര ആക്റ്റീവ്, അവന്റെ വേറൊരു വേർഷൻ അവിടെ കാണും. പക്ഷെ ആള് കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ടാണ്. കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അനാനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ പിന്നാലെ കൂടെ ഇവന്റെ പിന്നാലെ. ഇപ്പം ഒരുപാട് വലുതായി പോയി. അന്നവൻ ചെറുതായിരുന്നു, ഭയങ്കര വലുതായി പോയി. നമ്മളിപ്പോ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ താഴെ 2 ഫാൻസ് കാണാൻ വന്നു. ഒത്തിരി ഫാൻസ് ആണ്. എന്താ ഇത് 3 മാസം കൊണ്ട് 20 വീഡിയോ കൊണ്ട് മാത്രം ഇത്ര ഫാൻസ്? അത് സംഭവം നാടൻ പട്ടിക്കും ഷൂസോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവണം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത്. നമ്മൾ എന്തൊക്കെയോ ചെയ്തു, ആളുകൾ എന്തൊക്കെയോ ചിന്തിക്കുന്നു, അതാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയില്ല, വീട്ടിലൊക്കെ അഡ്രസ്സൊക്കെ തപ്പിയിട്ടൊക്കെ ആൾക്കാർ വന്നിട്ട് എന്താ ഇവരുടെ സ്നേഹപ്രകടനം എങ്ങനെയാ? സന്തോഷം. ചില ആൾക്കാർ നമുക്കിത് രസമാണ്, കാണാനൊക്കെ കൊള്ളാം, കൈയൊക്കെ കാണിക്കും, പുറത്തൊക്കെ പോകുമ്പോ ടാറ്റൊക്കെ തരും, അത് രസമാണ്. ചില ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കും. അപ്പൊ ഞാനിതൊക്കെ കണ്ടിട്ടുള്ളൂ. കാരണം ഹനാന്റെ കൂടെ ഞാൻ ആദ്യം ഫുൾ ടൈം പ്രോഗ്രാമിന് അവന്റെ കൂടെ പോകുമായിരുന്നു. അപ്പൊ അവന്റെ കൂടെ ആൾക്കാരെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കാണും. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ നമ്മളെയും ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. പതുക്കെ അവിടെ ഇവിടെയൊക്കെ സ്ക്രീനിൽ എവിടെയൊക്കെ കണ്ടിട്ട് അന്ന് അവന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വന്ന് ഫോട്ടോ എടുക്കും. അപ്പൊ ഞാനൊക്കെ എന്ത് കാര്യത്തിന് എന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ഫോട്ടോ എടുക്കും. അങ്ങനെ നമുക്ക് കാനഡയിൽ ഫാൻസ് ആയിരിക്കും ഇവിടെ. കാനഡയിൽ നിന്ന് ഒരാള് മെസ്സേജ് അയച്ചായിരുന്നു. എന്തായിരുന്നു മെസ്സേജ്? അർഷുക്കനോട് ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഒരു അവിടെ വർക്ക് ചെയ്യണം. അങ്ങനെ എന്നറിയില്ല കേട്ടോ. അർഷുക്കൻ കാനഡയിൽ വരിക,
അപ്പോൾ ഇനി തിരിച്ചു വരുമ്പോൾ ഗിഫ്റ്റ് ഒക്കെ അയക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, ഇനി എത്രയും പെട്ടെന്ന് ഞാൻ കാനഡയിൽ പോകുന്നൊക്കെ. അവര് വേറെ ഏതോ പ്രൊവിൻസില്ല, ഞാൻ നിൽക്കണവർത്തല്ല, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലാണ്. ശരിക്കും പൊതുവെ നമ്മുടെ ഒരു പാഷൻ പോലെയാണല്ലോ യൂട്യൂബ് ചാനൽ. ഇപ്പൊ കാനഡയിൽ നിന്നാണ് ആദ്യത്തെ വീഡിയോ, അത് മഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നൊരു പ്ലാൻ? യൂട്യൂബിന്റെ കാര്യം ആക്ച്വലി ഇത് എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം ആക്റ്റീവായിട്ട് യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, നമ്മളെ ഫ്രണ്ട് സർക്കിൾ അത്യാവശ്യം ആക്റ്റീവാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹനാൻഷ സിംഗർ, അത് എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരനാണ്, എൻ്റെ ചങ്കുമായ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആക്റ്റീവാണ്. ഹനാൻ ആ ടൈമിൽ ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു വർഷം മുമ്പേ അവൻ യൂട്യൂബൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടുകാരൻ ബാസിൽ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ ചാനൽ തുടങ്ങി, അവനും ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്തൊരു കൂട്ടുകാരൻ ജോർജിയയിലുള്ള അസൂർ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവനും ആക്റ്റീവായിട്ട് വ്ളോഗ് തുടങ്ങി പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാനഡയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവ് സമയങ്ങൾ തള്ളി നീക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കാശടിച്ച് പൊളിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ബോറടി ആയിരിക്കും. കാരണം അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ നാട്ടിലേക്ക് ആലോചിക്കും. നാട്ടിൽ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ കാണുന്നത് ഇത് ഫുള്ള് എൻ്റെ ഫ്രണ്ട് സർക്കിളാണ്. റീല് തുറന്നാൽ ഞാൻ കാണുന്നത് ഒന്നെങ്കിൽ വല്ല പേജും അവരെ വീഡിയോ ഇട്ടത്, അല്ലെങ്കിൽ അവരെന്നെ ഇട്ട അവരെ വീഡിയോ, ഇതാ കാണുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഏത് നേരത്താണ് ഇങ്ങോട്ട് വന്നത്? നാട്ടിൽ വല്ല എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി പോവാറുണ്ട്. പിന്നെ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം പോയത് കാരണം ഞാനിങ്ങനെ ഇനിയിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഞാനും കൂടി തുടങ്ങാം, അപ്പോൾ എൻ്റെ ഒരു ഒഴിവ് സമയങ്ങൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള എനിക്ക് തോന്നി. അങ്ങനെയാണ് യൂട്യൂബ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോ മറ്റേ വിന്ററിന്റെ ടൈമിലാണ് കണ്ട. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. ജനുവരി 30 കണ്ട ഞാൻ ചാനൽ തുടങ്ങിയത് തോന്നുന്നു. അന്ന് ഞാനൊരു മഞ്ഞ് വരുന്ന വീഡിയോ, അന്ന് സ്നോ സ്റ്റോം ആയിരുന്നു. സ്നോ സ്റ്റോം കഴിഞ്ഞ് വീട്ടിൽ 2 കാറുണ്ട്. അപ്പോൾ ഈ കാറ് പുറത്തിറക്കണമെങ്കിൽ ഡ്രൈവേന്ന് നമ്മുടെ റോഡിലേക്ക് ഇറക്കണമെങ്കിൽ മഞ്ഞ് ഷവൽ ചെയ്ത് കളയണം. അപ്പോൾ അതൊരു ഫണ്ണായിട്ട് വീഡിയോ എടുത്തിട്ടതാ. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഫസ്റ്റ് വീഡിയോ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 34,000 ആൾക്കാർ കണ്ടു. അത്ര സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരു 100-200 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളായിരുന്നു ഫസ്റ്റ്. പിന്നെ അത് 500 600 അങ്ങനെ കുറേശ്ശെ എനിക്ക് തോന്നുന്നു ഞാൻ കാനഡയിൽ നിന്ന് വരുന്നത് വരെ 10 വീഡിയോ കണ്ടിട്ടത്. ഇവിടെ വന്നിട്ട് ഇപ്പം ഈ ഒരു 1 മന്തിൻ്റെ ഇടയിൽ ഒരു 10 വീഡിയോ കൂടി ഇട്ടു. അപ്പോൾ ടോട്ടൽ 20 വീഡിയോ ആയി. ഈ 20 വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴോ ആൾക്കാരെ സപ്പോർട്ട് കൊണ്ട് ഒരു 50,000 സബ്സ്ക്രൈബേഴ്സായി. എന്താ ആൾക്ക് ഇത്ര ഇഷ്ടം, എന്താ ഇത്ര സപ്പോർട്ട്? 20 വീഡിയോയിൽ എന്തുകൊണ്ട് ഇത്രയധികം സപ്പോർട്ട് കിട്ടുന്നു ചിന്തിച്ചിട്ടുണ്ടോ? അതെനിക്കറിയില്ല. ചിലപ്പോ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടാണോ ആൾക്കാർക്ക് പറ്റാണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഒന്നെങ്കിൽ ദേഷ്യം കൊണ്ട് ഫോളോ ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് ഫോളോ ചെയ്യണമായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു നോക്കട്ടെ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യണമായിരിക്കും. എന്താ സംഭവം എന്നുള്ളത് ആക്ച്വലി നമുക്ക് അറിയില്ല. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണില്ല വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണോ ലൈഫിൽ നടക്കുന്നത് അത് ചുമ്മാ ഒരു ഒരു കിമ്പലും ഒരു ക്യാമറയും വെച്ചിട്ട് അതിങ്ങനെ കാണിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊന്നും ഇല്ല. എനിക്ക് നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വീഡിയോസിലും ഇപ്പം എനിക്കൊന്ന് കാനഡയിൽ നിന്ന് വരുമ്പം എനിക്കൊന്ന് കൊച്ചിയിൽ കൂട്ടാൻ ആരാണ് വന്നത്. സോ അവരുടെ വ്ളോഗ് കണ്ടപ്പോൾ കൂടുതൽ ആളുകളും ഇവരുടെ എനിക്കൊന്ന് അശ്വിന് അറിയപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതായത് എവിടെ ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ കൂടുന്ന ആൾക്കാരെ പിന്നീട് മാറ്റാതെ നിങ്ങളുടെ സൗഹൃദത്തിന് നിങ്ങൾ കൊടുക്കുന്ന എത്രത്തോളം ഇമ്പോർട്ടൻസ്. അത് ഒത്തിരി ആളുകളാണ് വീട്ടിലായാലും ഭയങ്കര രസമാണ് നിങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു നട്ടല് സത്യത്തിൽ ഹനാൻ തന്നെയാണ്. ഇവന് പല സ്ഥലത്തു നിന്ന് കിട്ടുന്ന ആൾക്കാരെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ആ വീട്ടിൽ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് സത്യത്തിൽ ആ സൗഹൃദം ഉണ്ടായത്. എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളൊരു മനുഷ്യന് ഹനാനാണ്. കാരണം ഹനാൻ കാരണം ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടി. ഇപ്പം ആ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആളുകളൊന്നും എനിക്ക് പേഴ്സണലി ആദ്യം പരിചയം ഉണ്ടായിട്ടല്ല. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ചെന്ന് ഇനീഷ്യലി അവന് പ്രോഗ്രാം കിട്ടിയെടുത്തെന്നും അവിടെ നിന്നൊക്കെ കിട്ടിയ നല്ല ഓരോ ആൾക്കാരാണ് സത്യത്തിൽ ആ കൂട്ടത്തിലുള്ള ആളുകൾ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ജോലികൾ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മളെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ കാനഡയിൽ ഇരിക്കുമ്പോൾ സമാധാനമില്ല, പിടിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. ഇവര് എപ്പോൾ നോക്കിയാൽ ഇവര് ഹാപ്പിയാണ്. നാട്ടിൽ വന്നാൽ ഇപ്പം ഞാൻ സത്യം പറയാം, ഞാൻ ഈ ഒരു മൊമെന്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഉള്ള മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതാണ് ഇപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് മൊമെന്റ്സ്. ഒന്നിച്ചു കൂടുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ അവനെ കുറ്റം പറയും, അല്ലെങ്കിൽ 4 പേര് കൂടിയിട്ട് ഇവനെ കുറ്റം പറയും. ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതിലാണ് ഞങ്ങൾ ആനന്ദം കണ്ടെത്തുന്നത്. ഞങ്ങൾ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുന്ന ഇവിടെ പറയാം പച്ചർച്ചി തിന്നാന്ന് പറയാം. ആ പച്ചർച്ചി തിന്നലാണ് ഞങ്ങളുടെ സന്തോഷം. ഈ നിങ്ങളുടെ
ഫ്രണ്ട്ഷിപ്പിലേക്ക് വരണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? കാരണം ഒത്തിരി ആളുകൾ വീഡിയോസ് കണ്ടിട്ട് ഇവരെ പോലെ ആയിരുന്നെങ്കിൽ, ഇവരുടെ കൂട്ടത്തിലായിരുന്നെങ്കിൽ ആഗ്രഹിക്കുമല്ലോ. അതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിങ്ങനെ ഫണ്ണായിട്ട് മൊബൈലിലൂടെ കാണുന്നോണ്ടോ അല്ലെങ്കിൽ ആ റീച്ച് കൊണ്ട് തോന്നുന്നതായിരിക്കാം മേ ബി. നമ്മളെ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും അവർക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും. ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇവ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, ഇനിയിപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാലേ, ഞാൻ നിങ്ങളിപ്പോൾ പോകുന്ന അറിയണം 5:15 6 മണിയാകുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാർ, നാട്ടിൽ കുറച്ച് കൂട്ടുകാരുണ്ട്, അവിടെ ചെന്നിരുന്ന് ഒരു കട്ടൻ, അവിടെ സദ്ദാമിൻ്റെ തട്ടാടുണ്ട്, ആ തട്ടാടയിൽ നിന്ന് ഒരു കട്ടനും കുറച്ച് പൊക്കവടയും വാങ്ങിച്ചിട്ട് അതിങ്ങനെ വായിലിട്ട് എന്തപ്പം നാളെ ചെയ്യാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ, അത് ആ ഒരു സംസാരിച്ചിരിക്കണ ആ ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം അതിനെ വെല്ലാൻ ലോകത്ത് ഒന്നുമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചിട്ട് പ്രവാസിയാവാൻ പോകണം, അപ്പോൾ മനസ്സിലാവും. അതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ ഈ നമ്മളെ ചോദ്യം അതാണല്ലോ, നമ്മളെ ഇതിലേക്ക് വരിക എന്നുള്ളത്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സന്തോഷം കിട്ടണ എവിടെയാണോ അവിടെ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സന്തോഷം ഇതാണ്. അപ്പോൾ ആ സന്തോഷം നമ്മൾ വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോ, എല്ലാവരും സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. നമ്മളത്ര ഉദ്ദേശിക്കണുള്ളൂ. നിങ്ങളുടെ ഈ ടീം ഒരുമിച്ച് കൂടുമ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ കോൺവെർസേഷൻ എന്തായിരിക്കും? ആ ഫസ്റ്റ് കോൺവെർസേഷൻ റീസെന്റ് ഇപ്പോൾ ടർഫ് ഇടാൻ പോവാ. അതായത് മലപ്പുറം ആയതുകൊണ്ട് തന്നെ ഫുട്ബോൾ അല്ല, ഇപ്പോൾ ഹനാനും പരിക്കാണ്, ഷാനുവിന് പരിക്കാണ്, എല്ലാവരും പരിക്കിന്റെ ആൾക്കാരാണ്, മുട്ടിന്റെ ലിഗ്മെന്റ് പോയി കിടക്കുക. അപ്പൊ ക്രിക്കറ്റ് കളിക്കണം. എനിക്കാണെങ്കിൽ ഈ ക്രിക്കറ്റ് കണ്ടുകൂടാ, എനിക്ക് കളിക്കാനേ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ കളി കാണും. IPL ഒക്കെ ലാസ്റ്റ് ഫൈനലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളും ഇതിൽ കൂടി കൊടുക്കും. ബാറ്റ് പിടിക്കാൻ പോലും അറിയില്ലെങ്കിലും നമ്മൾ കൂടി കൊടുക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു 10 ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഹനാന് ഫസ്റ്റ് പറയേണ്ടത് ഇതായിരിക്കും, ചായ കുടിക്കാൻ പോകുന്ന പറയും. ആദ്യം ചായ കുടിക്കാൻ പോകും. ആ ചായ കുടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചായ കുടിച്ച് തീർന്നതിന് മുമ്പ് ടർഫ് ബുക്ക് ആയിട്ടുണ്ടാവും. പിന്നെ ടർഫ് പോവുക, ക്രിക്കറ്റ് കളിക്കുക. ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആയിട്ട് അധികം കമ്പനി ഉണ്ടാവില്ല, പലരും ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകും. പക്ഷെ അത് നോക്കുമ്പോൾ സോ ലക്കി, ഞാനൊരു ഫ്രീഡം വൈഫ് ആണെന്നൊക്കെ. എന്താ ചെയ്യാ, അത്യാവശ്യം ഫ്രീഡം തരുന്ന ഒരു വൈഫിനെ കിട്ടും. അല്ല, ആ കാര്യത്തിൽ ഞാൻ ലക്കിയാട്ടോ. കാരണം എല്ലാവരും അത്ര അങ്ങോട്ട് ഫ്രീഡം കൊടുക്കൂല. ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ടർഫല്ലേ, ലേറ്റ് ആവും. കാരണം ഓവർനൈറ്റ് ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. 11 to 1 o'clock ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ആള് വാതിൽ തുറന്നിട്ടുണ്ടല്ലോ. ചിലപ്പോൾ കുറച്ച് കുശുമ്പോ കാണിക്കും, എന്നാലും അതിലൊക്കെ തുറന്നിരും. അങ്ങനെ ആണോ? 3 മണിയൊക്കെ ആവും ചില ദിവസം. ഗെയിം പറ്റിക്കൊന്നുമില്ല കേട്ടോ, ബാസിൽക്കന്റെ വൈഫ് എല്ലാരും. ഓ, ഈ പറഞ്ഞ ഈ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, വൈഫുമാരായിട്ട് ഒരു ഫ്രണ്ട് സർക്കിൾ ഇപ്പുറത്തുണ്ട്. വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ബാസിൽ ചിലപ്പോ വൈഫ് ആയിട്ടൊരു എന്തെങ്കിലും പിക്ചർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പിക്ചർ നമ്മൾ എടുക്കണം. അതാണ് ഞാൻ നേരിടുന്ന ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കപ്പിൾസ് എന്തെങ്കിലും ഫോട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നോക്കി ഒരു ഫോട്ടോ ഇട്ടു ഓരൊക്കെ നടക്കണ കണ്ടോ, നമ്മളെന്താ ഇങ്ങനെ. ഓക്കെ, അതാണ് ഓക്കെ, ഞാനിങ്ങനെ അവൈലബിൾ ആയിട്ട് വരണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറഞ്ഞ സമയത്ത് നാട്ടിലുള്ളല്ലോ, അതുകൊണ്ടാണ് ആക്ക് ഞാൻ അത്ര അവൈലബിൾ അല്ല. ഞാൻ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കും. എങ്കിൽ കൂടി പാരലായിട്ട് ഞാൻ ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ എന്തൊക്കെ ഇനി നടത്തണം എന്ന് പ്ലാനിങ് ഉണ്ടോ? ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഈ പോകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, ഫോട്ടോ പോലെ തന്നെ. ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. ഈ മറ്റേ ഇപ്പൊ നമ്മളെ വെഡിങ് ആനിവേഴ്സറി വരല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. റീല് ഈ ആള് കല്യാണം കഴിച്ച ശേഷം ഇപ്പൊ ഫുഡ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണുമല്ലോ. അതാണ് ഇപ്പൊ എന്റെ കൂടിൽ കാണുന്നത്. ഞാൻ വന്നപ്പോ തടിയില്ലായിരുന്നു. ആൾക്ക് മസ്റ്റ് ആയിട്ടും ഇത് നിർബന്ധം, ലൈഫിൽ എപ്പോഴും തോന്നിയിട്ടില്ല ഈ കാര്യം ഇല്ലാണ്ട് വിളിക്കാൻ പറ്റില്ല, അങ്ങനെ തോന്നിയ എന്ത് കാര്യം? ഫോൺ. ഞാൻ ഫുഡ് എന്ന് പറയുന്നത് വിചാരിച്ചു. ഫോൺ അതെന്താ? ഫുൾ ടൈം ഫോൺ. വീഡിയോ എടുക്കാണോ, എഡിറ്റിംഗ് ആണോ, അത് ഇൻസ്റ്റാഗ്രാമിലാണോ, ചാറ്റിലാണോ, എവിടെയാ? എല്ലാം കൂടി. വൈഫിന് ശ്രദ്ധിക്കുന്നുണ്ടോ? മലപ്പുറം അല്ലാതെ വേറെ സ്ഥലത്തൊന്നും എവിടെ പോയിട്ടില്ല. പക്ഷെ കൊച്ചി കാണാൻ വേണ്ടി കല്യാണം കഴിക്കേണ്ടി വന്നു. അങ്ങനെ കൊച്ചി കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നോ? ആള് കൊച്ചി കണ്ടിട്ടില്ല, ഒബിയസ്ലി ലുലുമാൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ലുലുമാൾ നമ്മളിവിടെ നിന്നൊക്കെ ടൂർ പോകുമ്പോഴേ ആൾക്കാർക്ക് ലുലുമാൾ പറഞ്ഞാൽ ഇതൊരു ഷോപ്പിംഗ് മാൾ ആണെന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. ഇവരിത് കാഴ്ച ബംഗ്ലാവ് എന്നുള്ള മൂടാ. ഈ മലപ്പുറം സൈഡിലുള്ള ആൾക്കാരാണ് സാധാരണ അവിടെ പോവുക. അത് വേറെ ഒന്നുമില്ല, പാങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ മാള് എന്ന് പറയാൻ മാത്രം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അങ്ങനെ ഒരു മാള്, നല്ലൊരു മാളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം കൗതുകപ്പുറത്ത് എറണാകുളത്ത് പോകാൻ ലുലുമാള് കാണാൻ നിൽക്കുന്നത് ഓള് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം അതിനൊക്കെ എന്നെ സംബന്ധിച്ച് എന്താണ്,
എനിക്കിത് കാട്ടി കൊടുക്കാൻ പറ്റിയോ ഞാൻ ഭയങ്കര സംഭവമായി. വലിയൊരു ആഗ്രഹം ഞങ്ങൾ സാധിച്ചു. അതെ. അപ്പൊ എനിക്ക് കൗതുകം ഉണ്ടാക്കിയ കാര്യം ഇതൊക്കെ കേട്ടോ. ആളിങ്ങനെ എവിടെയും കണ്ടിട്ടില്ല എന്ന് കാണുമ്പോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അതിനെന്തെങ്കിലും വാല്യൂ ഉണ്ടാവും തോന്നിയത് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കല്യാണം ഫിക്സ് ആക്കിയത്. സർപ്രൈസ് ഒക്കെ തരുന്ന ആളാണ് പൊതുവെ. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് കാനഡയിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സർപ്രൈസ് കൊടുക്കണേ. അതുപോലെ എപ്പോഴും സർപ്രൈസ് തരുന്ന ആളാണോ? എന്തൊക്കെ സർപ്രൈസ് തന്നിട്ടുണ്ട്? പുറത്തു പറയാൻ പറ്റില്ല. അടുത്ത് 2 ദിവസം മുമ്പ് ഒരു സർപ്രൈസ് വന്നു. എന്തായിരുന്നു? കാനഡയിൽ പോവാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയി. അന്ന് വന്നില്ലല്ലേ, പിറ്റേ ദിവസം നൈറ്റ് തിരിച്ചിങ്ങോട്ടെ വന്ന് പോയില്ല എന്ന് പറഞ്ഞിട്ട്. അതെന്താ നടന്നതെന്ന് വെച്ചാൽ ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഈ എക്സ്റ്റെൻഡ് ചെയ്ത വിവരം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും മാത്രമേ അറിയണ്ടായിരുന്നു. ഇത് വീട്ടുകാർ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അത് നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ലീവാണ്. അതുവരെ പോകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ലീവ് ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ അപ്രൂവലായി. അപ്പം പിന്നെ ഞാനും വിചാരിച്ചു ഇപ്പം ഇനിയിപ്പോൾ എടുത്ത് ഇത് പറയണ്ട, നമുക്ക് അതൊരു സർപ്രൈസ് പോലെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ നോർമലി ഇറങ്ങുന്ന പോലെ ഇവിടെ വീട്ടുകാർ, ഫാമിലീസ്, റിലേറ്റീവ്സ് ഒക്കെ വന്ന് എല്ലാവരോടും ടാറ്റന്ന് പറഞ്ഞ് ഞാൻ പോയി. എയർപോർട്ടിലേക്ക് പോയിട്ട് ഞാൻ നേരെ പോയിട്ട് കൂറ്റമ്പാറ പോയിട്ട് ഹനാൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ പോയിരുന്ന് ഞാൻ പിറ്റേന്നാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവര് ഞാൻ വന്നിറങ്ങിയിട്ട് എന്താ ഫ്ലൈറ്റ് മിസ്സായോ, എയർപോർട്ട് ഇല്ലേ, എന്തൊക്കെയോ ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വ്ളോഗ് പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്, അത് റെഡി ആക്കണം. അത് പിന്നീട് സർപ്രൈസ് ഒന്നുമില്ല, പറ്റണ പോലൊക്കെ. നമ്മൾ ഭയങ്കര ക്രൂക്ഡ് ആവുമല്ലോ. നമ്മൾ വൺസ് ഇതിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്നുള്ളത് ഇങ്ങനെ ചിന്തിക്കുമല്ലോ. എന്താ ഇപ്പൊ ഒരു സർപ്രൈസ് കൊടുക്കുക, അതൊരു സന്തോഷല്ലേ. ഈ സർപ്രൈസ് എന്താ പറയാ, ആ സമയത്ത് ഇവരെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. അല്ലാതെ ഇപ്പൊ ഇതൊരു കണ്ടന്റ് ആക്കുന്നുള്ളതിന്റെ അപ്പുറത്ത് മെയിൻ സംഭവം അതാണ്, ഇവരൊരു സന്തോഷം കാണാന്നുള്ളത്. അതിനു വേണ്ടി ചെയ്യുന്നതാണ്. കൂടുതൽ ഡിസ്കസ് ചെയ്യണ്ട. ഇപ്പോ എന്റെ ഈ റീസെന്റ് ഈ വരവുണ്ടല്ലോ, ഈ വരവാണെങ്കിൽ പോലും ഞാൻ പ്ലാൻ ചെയ്തിട്ടാ വന്നത്. അത് 6 മാസത്തെ പ്ലാനിങ് ആണ് ഇങ്ങോട്ടുള്ള വരവ്. അത് ഞാൻ ഇവളടുത്ത് പറഞ്ഞ് എനിക്ക് എന്തായാലും ഇപ്പോൾ വരാൻ പറ്റില്ല, അവിടെ നിൽക്കൽ നിർബന്ധമാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് എല്ലാ മാസത്തിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആളെ മനസ്സിലത് ഉറപ്പിച്ച് ഇനി വരവുണ്ടാവില്ല, ഇപ്പം അടുത്തൊന്നും വരവുണ്ടാവില്ല, എന്തായാലും 1.5 വർഷം എടുക്കും വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ സമയത്താണ് എൻ്റെ കൂട്ടുകാരൻ ബാസിൽ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവൻ ഇവിടെ പോണത്, ജോർജിയ പോണത്, ജോർജിയ കാണാൻ വേണ്ടിയിട്ട് ജോർജിയ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു അവസരം കിട്ടി. കാരണം എനിക്ക് സർപ്രൈസ് ആയിട്ട് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈ ചെയ്തെത്താൻ അത്യാവശ്യം സമയം എടുക്കും. കാരണം ഒരു 14 to 15 മണിക്കൂർ നമുക്ക് ഫ്ലൈയിങ് ടൈം ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് അടിക്കും. അപ്പോൾ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ ഉണ്ടാവണം. അപ്പോൾ ബാസിൽ ഇങ്ങനെ ജോർജിയക്ക് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതും ഒരു പ്ലാൻ ഉണ്ടാക്കി. എന്നാൽ ഞാനും കൂടി ജോർജിയ പോവാ എന്നുള്ള രീതിയിലാക്കി. അപ്പോൾ ഞാൻ ഇവളടുത്ത് പറഞ്ഞു ഞാൻ ജോർജിയ പോവാണ്, ബാസിൽ പോകുന്നുണ്ട്, അപ്പോൾ എനിക്കും കൂടിയും ജോർജിയ കാണണം, അപ്പോൾ എനിക്കൊരു 1 വീക്ക് ലീവ് കിട്ടിയിട്ടുണ്ട് കമ്പനിയിൽ നിന്ന്, ഞാൻ അങ്ങനെ പോവാന്നുള്ള രീതിയിൽ അവളടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ദുബായി പോയി. ദുബായിൽ നിന്ന് നേരെ നാട്ടിലേക്കാണ് ഫ്ലൈറ്റ്. പക്ഷെ അവളടുത്ത് പറഞ്ഞത് ഞാൻ നേരെ ദുബായിലേക്ക് പോകും, അവിടുന്ന് ജോർജിയക്ക് പോവാണ്, എന്നിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് ബാസിൽ തിരിച്ച് നാട്ടിലേക്ക് പോകും, ഞാൻ തിരിച്ച് കാനഡയിലേക്ക് തന്നെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കണക്റ്റഡ് അല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ നാട്ടിലേക്ക് എത്തിയത്. നാട്ടിലെത്തി അതൊരു വ്ളോഗാക്കി ഇട്ട്, അതായിരുന്നു ഞാൻ നാട്ടിൽ വന്നിട്ട് ചെയ്ത ഫസ്റ്റ് വ്ളോഗ്. ആ വ്ളോഗ് അത്യാവശ്യം റീച്ച് കിട്ടി, ഒരു 3-3.5 ലക്ഷത്തോളം ആൾക്കാർ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നാട്ടിൽ നിന്നൊക്കെ വ്ളോഗ് ചെയ്താൽ ചിലപ്പോൾ ആൾക്കാർ കാണുമായിരിക്കുന്നൊക്കെ. അവിടുന്ന് അങ്ങനെ അത്ര വലിയ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു, എങ്കിൽ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ എന്തുകൊണ്ടോ കുറച്ച് ആൾക്കാരൊക്കെ അത് കാണുന്നുണ്ടായിരുന്നു. കാനഡയിൽ സെറ്റിൽഡ് ആവണം എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു ആദ്യം. ഇനിയിപ്പോൾ അത് എത്രത്തോളം ഞാനത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ആ ഒരു പ്ലാനിൽ ഫിക്സ്ഡ് അല്ല. എന്തായാലും അവിടുത്തെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇപ്പോൾ നോക്കാം എങ്ങനെയെങ്കിലും. ഓക്കെ, അപ്പോൾ ഞാനൊരു ചലഞ്ച് തരട്ടെ. ഫ്രാങ്ക്, ഇതാണ് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു പോലീസ് പിടിച്ചു. അപ്പോൾ പെറ്റി ചാർജ് ഒരു എമൗണ്ട് ചോദിച്ചു. ബാക്കി എൻ്റെ കയ്യിൽ എല്ലാം കൊടുത്തിട്ട് ഒരു 500 രൂപയുടെ കൂടെ വേണ്ട, ഒരു 100 രൂപയുടെ കൂടെ കുറവേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ കുറച്ച് ഫണ്ട് വിളിക്കാം. നമ്മളിപ്പോ ആരെയാ വിളിക്കണേ? ഹലോ, ഞാൻ സ്കൂളിൽ പിന്നെ ഒരു ചെറിയ വള്ളിണ്ട്, ഞാൻ സ്റ്റേഷനിലൊന്ന് പിടിച്ചു. ചെറിയ വള്ളിക്കെട്ട് കിട്ടി. അപ്പോൾ ചെറിയ ഫൈന് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ പൈസ അയച്ചിട്ട് പോകുന്നില്ല.
ആ ഇത് കുറച്ച് ഫണ്ട് മറിക്കണം. എത്രയാണ്? ഇതിപ്പോ ഒരു 1000 അയച്ചോണ്ടാ. ഞാൻ ഒന്ന് ഒപ്പിക്കാൻ വയ്യോ നോക്കട്ടെ. ഓക്കെ, ഞാൻ എന്റെ ഗൂഗിൾ പേ തരാം. ഓക്കെ, ഇപ്പൊ തന്നെ അയക്കട്ടോ. ടെൻഷനിലാണ് വിചാരിച്ചോട്ടെ ആള് കട്ട് ചെയ്ത്. നല്ല ടെൻഷൻ കേട്ടോ. ആള് ഒന്നും ചോദിച്ചില്ല, ആള് ഭയങ്കര ടെൻഷനായി. ഇത് ക്യാഷ് വന്നു. ഹലോ ചങ്ങേജി എവിടെ? എനിക്ക് തോന്നി. പിന്നെ ഒരു വള്ളി കൂടി കിട്ടിയിക്കണേ. ഒരു 2000 കൂടി മറക്കണ്ടാവോ? ഞാനേ എന്റെ പേര് പറഞ്ഞു സ്റ്റേഷനില്. എന്നാ ഒരു 2000 കൂടി ഇറക്കൊണ്ട് പറഞ്ഞു. അതല്ല, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞത്? എടാ വണ്ടി പിടിച്ചേ. വണ്ടി എന്തിനു പിടിച്ചേ? വണ്ടി ഞാൻ എന്ത് കേസാ? സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. 2 ആള് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഇനി പിന്നെ മറ്റേ ഇതൊക്കെ പറയണ്ടോ, ആ കൂളിങ്ങിന്റെ സീനൊക്കെ പറയണ്ട്. അല്ല, സീറ്റ് ബെൽറ്റിന് എങ്ങനെ 3000 രൂപ ഫൈൻ വരുന്നേ? കൂളിംഗ് ഒക്കെ പാടെ പ്രശ്നമാണെന്ന് പറഞ്ഞേ. പിന്നെ ഓവർ സ്പീഡ് ഉണ്ട്. ഇനി ഇത് എവിടുന്ന പിടിച്ചേ? മഞ്ചേരി സ്റ്റേഷനില്. മഞ്ചേരിയോ? ഏത് സ്റ്റേഷനാണിത്? വിജയ് പൈസ ഫൈൻ അടച്ചോ? അടച്ചിട്ടില്ല. ഒരു 3000 അടക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ പേര് പറഞ്ഞേ, ഞാൻ ബാസിലിന്റെ ആളാന്ന് പറഞ്ഞു. ജിന്റെ പേര് പറയണ്ട. അതല്ല, അത് ഏത് സ്റ്റേഷൻ എന്ന് പറഞ്ഞു നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് ഹോൾഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏത് സ്റ്റേഷൻ പറഞ്ഞോണ്ടാ? മഞ്ചേരി സ്റ്റേഷനില്. മഞ്ചേരി സ്റ്റേഷൻ പറഞ്ഞ മഞ്ചേരി ഏത് സ്റ്റേഷൻ പറയും? മഞ്ചേരി സ്റ്റേഷൻ ഒക്കെ അറിയില്ല. എന്നെ അത് അവിടെ ഒരു സ്റ്റേഷനുള്ള ഒറ്റൊന്നുള്ളൂ. സ്റ്റേഷന്റെ വഴി പറയുമ്പോ ഈ വീടിന്റെ വഴി പറ. ഹലോ ഹലോ, എടാ അവിടെ ഒറ്റ സ്റ്റേഷനല്ലേ ഉള്ളൂ? മഞ്ചേരി ഒറ്റ സ്റ്റേഷനുള്ളേ. ഓക്കെ ഓക്കെ. ആ പിടിച്ച സാറ് പേരെന്ന് പറഞ്ഞോ? ശശീന്ദ്രൻ. എന്താണ്? ശശീന്ദ്രൻ. ഓക്കെ ഓക്കെ. ഞാനൊരു വീഡിയോ കോൾ ചെയ്ത കട്ടാക്കി. ആള് വേറെ തന്നെ ഏതാവിനെ വിളിക്കാൻ പോയി തോന്നുന്നു. ഏതൊരു നേതാവിനെ വിളിച്ചിട്ടുണ്ടോ? ആളാ ആ സ്റ്റേഷനിൽ അങ്ങനെ ഒരു പോലീസുകാരല്ല. അതിപ്പോ എങ്ങനെയുണ്ടോ ശശീന്ദ്രൻ? ഞാൻ പറഞ്ഞതല്ലേ, ആക്ച്വലി ദിസ് വാസ് എ പ്രാങ്ക്. ഞാനൊരു ചെറിയ ഇന്റർവ്യൂലായിരുന്നു. താങ്കൾ സക്സസ്ഫുള്ളി മൂഞ്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഞാൻ മഞ്ചേരി സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ല. എനിക്ക് തോന്നി. ഞാൻ എന്നെ വിളിച്ചോണ്ട് അല്ല മറ്റേ 1000 ഓക്കെ നമുക്ക് വീഡിയോയില് കേട്ടിട്ടോ. ഓക്കെടാ. ശരിക്കും ഇങ്ങനത്തെ കുറച്ച് ഒത്തിരി നല്ല സുഹൃത്തിനെ എന്താ ചെയ്യാ, കുറച്ച് പ്രോസസ് ഒന്നുകൂടി സ്പീഡായി പോയി. പെട്ടെന്ന് നമ്മള് സ്റ്റേഷനിൽ ഇറക്കാനുള്ള ധൃതി. നേരത്തെ പറഞ്ഞ കറക്റ്റ് കേട്ടോ. ആള് പെട്ടെന്ന് പ്രോസസ് ചെയ്ത് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാൻ വേണ്ടി. ഓക്കെ. ഇതുപോലെ എന്താവശ്യത്തിനും ഈ പറഞ്ഞ സുഹൃത്തുക്കളെ കട്ട കൊടുക്കും. ആ കാര്യത്തിൽ ബാസിലാണെങ്കിൽ തന്നെ ഇവന് കുറച്ച് രാഷ്ട്രീയവും അതുപോലത്തെ കുറച്ച് ഇതൊക്കെ ഉള്ള കാരണം ഇതിലൊക്കെ പെട്ടെന്ന് കയറി അറ്റൻഡ് ചെയ്യും. പിന്നെ എന്ത് സഹായത്തിനും വിളിക്കാൻ പറ്റിയൊരു മെമ്പറാണ് ബാസിലൊക്കെ. നിങ്ങളുടെ കൂട്ടത്തില് ഈ പറഞ്ഞ പോലെ ഒരു അച്ഛന്റെ സ്ഥാനത്തൊക്കെ കാണുന്ന പോലെ എന്ത് പറഞ്ഞാലും അതൊരു ഉപദേശമൊക്കെ തരുന്ന ആരല്ലേ? അത് ആ ഒരു തന്ത വൈബല്ലേ ഉദ്ദേശിച്ചത്? അത് ആക്ച്വലി ബാസിലാണ് കൂട്ടത്തിൽ. എന്താ പറയാ, കുറച്ച് കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങൾ പറയാം. ബാസിലിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 10 മണിയായി കിടന്നുറങ്ങണം. 10 മണി എവിടെയാണോ സ്പോട്ടിൽ ആള് കിടക്കണം. കാറിലാണെങ്കിൽ കാറില്, ഇനിയിപ്പോ നിന്നാണെങ്കിൽ നിന്നിട്ടാണെങ്കിൽ ഉറങ്ങും. അതാണ് അവന്റെ ഒരു രീതി. 10 മണിക്ക് കിടക്കണം, 4 മണിക്ക് എണീക്കണം. അങ്ങനെയൊക്കെ ഒരു കറക്റ്റ് ചിട്ടയായ ജീവിതമാണ് ബസ്സിൻ്റെ. ഒരു വൈബ് എന്തൊക്കെയായിരിക്കും. എന്നാ വൈബിന് കുറവില്ല കേട്ടോ, അത് വേറെ കാര്യം. ഈ കൂട്ടത്തിൽ ബാക്കിയുള്ള ഫ്രണ്ട്സിന് അങ്ങനെ ഓരോ പേര് കൊടുക്കാനാണെങ്കിൽ ആരായിരിക്കും? ഹനാന് നമ്മൾ ഏത് കാറ്റഗറിയിലിടും? ഹനാന് അങ്ങനെ തന്ത വൈബിലൊന്നും പെടുത്താൻ പറ്റില്ല. ഹനാൻ സത്യത്തിൽ എല്ലാം എൻജോയ് ചെയ്ത് ആള് അങ്ങനെ. ഞങ്ങളെ കൂട്ടത്തിലെ ആള് ഭയങ്കര ആക്റ്റീവാണ്. ഒരു ചാർലിയൊക്കെ. പക്ഷെ പുറത്ത് ഞങ്ങൾക്ക് അങ്ങനെ ചാടി കളിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ഞങ്ങളെ കൂട്ടത്തിലെ ആള് കംപ്ലീറ്റ്ലി ഓണാണ്. എന്റർടൈനറാണ് ആള് സത്യത്തില്. അവന് ഫുൾ ടൈം കൗണ്ടർ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. എന്തെങ്കിലും കൗണ്ടർ കിട്ടും. ഞങ്ങളെ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങള്
തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പച്ചിറച്ചി ഉണ്ടല്ലോ, അതാണ് ഞങ്ങളെ മെയിൻ. അപ്പൊ ആരെങ്കിലും മെയിൻ ഞങ്ങളെ സാധാരണ വരല് ഇക്കുവാണ്. ഇക്കു എന്ന് പറയുന്നത് നബീലിനെയാണ്. അപ്പൊ നബീലിനെ തിന്നലാണ് ഞങ്ങളൊരു മെയിൻ ഹോബി. നബീലിനെ തിന്നത് കുറച്ച് അധികമായിട്ട് ഇപ്പൊ. പിന്നെ എന്ത് വീണ് കിട്ടിയാലും നബീല്, അജ്വദ്, നിഹാൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് വെട്ടാനായിട്ട്. അപ്പൊ അതാണ് ഞങ്ങളൊരു എന്റർടൈൻമെന്റ്. അനാന്റെ രീതിയും അതാണ്, എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ്. അതിലൊരു സന്തോഷം കണ്ടത്. എനിക്ക് സ്റ്റീലിൽ കുറെ ഗേൾ ഫാൻസ് ഒക്കെ പോലെ. പക്ഷെ സ്റ്റീലിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാര് എക്സ്പെക്ട് ചെയ്യും അവൻ പുറത്ത് നമ്മളൊരു സർക്കിളിലെ ആള് ഭയങ്കര ആക്റ്റീവ്, അവന്റെ വേറൊരു വേർഷൻ അവിടെ കാണും. പക്ഷെ ആള് കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ടാ. പബ്ലിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആള് കുറച്ച് വലിയ ആള് ഡീസൻ്റ് ആയി. പക്ഷെ നമ്മൾ ആ ഒരു അത് അവൻ്റെ കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോണിൽ അവൻ റിയൽ അവനെ കാണാം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്ക് അത് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഗേൾസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ കുറച്ചൊന്ന് വേക്കിക്ക് വരും, അവന് അത്ര താല്പര്യമില്ല. പക്ഷെ ഇഷ്ടം പോലെ കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അനാനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ പിന്നാലെ കൂടുക ഇവൻ്റെ പിന്നാലെയാണ്. പക്ഷെ ഇപ്പം വലുതായി പോയി. അന്നവൻ ചെറുതായിരുന്നു, ഇപ്പം ഭയങ്കര വലുതായി പോയി. ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ആയിട്ട് ഒരു ഷർട്ട് വാങ്ങിക്കൊടുത്തു.